ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയോട് സകല കാര്യങ്ങളും പറയുകയാണ് സുഭാഷ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ ഇതൊരു നല്ലൊരു കാര്യമല്ലേ, പിന്നെ സുഭാഷ് ചേട്ടൻ എന്താ ഇത്ര മടിക്കുന്നത്? എല്ലാവരും പറയുന്നത് വെച്ചാൽ എന്താ കുഴപ്പം? അതല്ല, നല്ല കാര്യം തന്നെയാണ്, അവർക്ക് സന്തോഷമാകുകയും ചെയ്യും. പക്ഷേ അവരോട് എനിക്ക് പറയാനായിട്ടൊരു നാണക്കേട്. അതുകൊണ്ട് നിധിയെ ഞാനിത് ഏൽപ്പിക്കുകയാണ്. നിധി ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയണം. അതിനെന്താ സുഭാഷ് ചേട്ടാ, ഞാൻ ഉടനെ തന്നെ വന്നോളാം, എന്നിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് നിധി പോവുകയാണ്, സുഭാഷും പോവുകയാണ്. അങ്ങനെ നമ്മുടെ സുധീഷിനെ കാണിക്കുകയാണ്. സുധീഷാണെങ്കിൽ വീട്ടിലിങ്ങനെ കസാരമേൽ കാലും കയറ്റി വെച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇരിക്കുക. ആ സമയത്താണ് നിധി വരുന്നത്. അപ്പോൾ നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നിധി വന്നല്ലോ എന്ന് വെച്ചപ്പോഴേക്കും ആഹാ സുധീഷ് നേരത്തെ എത്തിയോ? അല്ല, നിധി എന്നോട് പറഞ്ഞായിരുന്നല്ലോ പെട്ടെന്ന് വരണമെന്ന്, അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തി. അല്ല, എന്നെക്കാലം മുമ്പ് വന്നു, അതുകൊണ്ട് ചോദിച്ചാ. നിധി ഒരു കാര്യം പറയുമ്പോൾ എനിക്കത് തള്ളിക്കളയാനായിട്ട് പറ്റുമോ നിധി? അതുകൊണ്ട് ഞാൻ പരക്കമാഞ്ഞിങ്ങോട്ട് ഓടി വരികയായിരുന്നു. ഇത് കേട്ടപ്പോഴേക്കും അത് നല്ല കാര്യം. അതെ, അവിടെ നിന്ന് എണീറ്റേ. എന്തിനിപ്പം എണീക്കുന്നത്? പറഞ്ഞാൽ എണീക്കോളോ? ഇതെന്താ ഇപ്പം ഇരക്കാൻ കിടക്കുന്ന കാണല്? അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിണ്ടേ. ആ കസാരയൊക്കെ ഒന്ന് അടക്കിയിട്. എന്താ നിധി, എന്തെങ്കിലും കാര്യമുണ്ടോ? ഷേടാ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അന്ന് ഇട്. ഇവിടെ എല്ലാം ഒതുക്കി പെറുക്കി നന്നായിട്ട് തന്നെ വെക്കണം എന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിയുടെ അച്ഛനായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിധി കണ്ണും പിടിച്ച് തന്നെ സുധീഷിനെ നോക്കുക. ഇത് കഴിഞ്ഞപ്പോഴും സുധീഷ് അയ്യോ ഞാൻ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞല്ല, ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ ഒന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ചിലപ്പോൾ നിധിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേട്ടത്തിയോ ആരെങ്കിലും വരുമായിരിക്കും, അതുകൊണ്ട് തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോഴും ആലോചിച്ചത് അവരൊന്നും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലല്ലേ. സോറി നിധി. ശരി, അതൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ നിധി അടുക്കളയിലോട്ട് ചെല്ലുക. അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അടുക്കള മൊത്തം അലമ്പായി കിടക്കുക, വൃത്തികേടായി കിടക്കുകയാണ്. ഇത് കണ്ട നിധിയാണെങ്കിൽ സുധീഷേ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അയ്യോ എന്താ നിധി, ഇതെന്താ സുധീഷ് ഈ കാണുന്നത്? ഇതൊരു അടുക്കളയാണോ? ചവറ് പോലെ കിടക്കുകയാണല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചുകൂടെ എൻ്റെ സുധീഷേ? ഇതെന്താ ഈ കാണുന്നത്? സുധീഷാണെങ്കിൽ അവിടെ വെച്ചാൽ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്, അതെല്ലാം എടുത്ത് തിന്നുക. നിധിയാണെങ്കിൽ എല്ലാ പാത്രങ്ങളും വാഷ് ബേസിനിലേക്ക് ഇടുകയാണ്. അതെ, ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേ. ഞാൻ കഴുകി വെക്കാനോ? പിന്നെ അല്ലാതെ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരുമോ കഴുകാനായിട്ട്? എപ്പോഴും സുഭാഷേടൻ തന്നെയല്ലേ പാത്രമെല്ലാം കഴുകി വെക്കുന്നത്. ഇനി സുഭാഷേടൻ വന്നെ വരെയും ഈ പാത്രങ്ങളെല്ലാം ഇവിടെ കിടക്കണമെന്നാണ് സുധീഷ് പറയുന്നത്. എപ്പോഴെങ്കിലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അത് നല്ല കാര്യമാണ്. സുധീഷ് കഴുകുന്നുണ്ടോ പാത്രം? ഞാൻ കഴുകാം. എന്നാൽ കഴുക്, കൂടുതൽ പറയണ്ട, പോയി കഴുകാൻ നോക്ക്. അങ്ങനെ സുധീഷിനെ പാത്രം കഴുകാനായിട്ട് ഏൽപ്പിക്കുക. അങ്ങനെ സുധീഷ് പതിയെ പാത്രം കഴുകാൻ നേരത്ത് നമ്മുടെ നിധി കൊണ്ടുവന്ന് വലിയൊരു പാത്രം എടുത്തിടുകയാണ്. ഇത് എന്തോ നിധി ഇത്? ഞാൻ ഈ പാത്രം ഓരോന്നോരോന്നായിട്ട് കഴുകട്ടെ, ഇങ്ങനെ കൊണ്ടൊന്ന് ഇടല്ലേ. അല്ല നിധി, ഈ പാത്രത്തിൽ അഴുക്കില്ലല്ലോ നിധി, പിന്നെ എന്തിനാ ഈ പാത്രം കഴുകാൻ കൊണ്ടുവന്നിട്ടത്? സുധീഷ് പിടിച്ചാലും മുഴുവൻ സോപ്പോതയായില്ലേ, എന്തായാലും കഴിയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ കൊണ്ട് കഴിയിപ്പിക്കണം. ഇങ്ങനെ ഒരു സാധനം പെട്ടെന്ന് കഴിയിക്കൊള്ളാം, പറഞ്ഞു മനസ്സിലായല്ലോ, എല്ലാം വൃത്തിയാക്കി വെച്ചോളണം എന്ന് പറഞ്ഞ് നിധി അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ സുധീഷ് കൊഞ്ഞനം കുത്തുക. അപ്പോൾ കൊഞ്ഞനം കുത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ 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 ഒന്നുമില്ല, എൻ്റെ കവളിനെ എന്തോ ഒരു പ്രശ്നം, അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി വെക്കാം. ശരി നിധി പോയിക്കോ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു വരിക. ആ സമയത്ത് നികേഷും ഹരീഷും കൂടി വരികയാണ്. ഇപ്പോൾ സ്കൂട്ടിൽ വന്ന് ഇറങ്ങി ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഏട്ടത്തി എന്താ വരണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ അതെ ചില കാര്യമുണ്ട്. അപ്പോൾ സുധീഷും ഓടി വരികയാണ്. സുധീഷ് ഓടി വന്നിട്ട് ആഹാ നിങ്ങളും വന്നു നേരത്തെ, നിങ്ങളെന്താ വന്നത്? അല്ല ഏട്ടത്തി ഞങ്ങളോട് പറഞ്ഞ് പെട്ടെന്നൊന്ന് വരണമെന്ന്, അതുകൊണ്ടാ ഞാൻ വന്നത്. എന്താ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്കും അതെ ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ്. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? എന്ത് ഗസ്റ്റ് എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അത് വേറൊന്നുമല്ല, സുഭാഷ് ഏട്ടനെ കാണാനായിട്ടേ പെണ്ണ് വീട്ടുകാർ വരുന്നുണ്ടെന്ന് പറയാണ്. സത്യമാണോ? പെണ്ണ് വീട്ടുകാരോ? എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ സുധീഷിനെ ഒന്ന് നോക്കുക. സുധീഷിനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് പറയണം അയ്യോ എനിക്കറിയില്ലടാ, എനിക്കറിയില്ലായിരുന്നു ഈ കാര്യമൊന്നും. ആഹാ അത് കൊള്ളാലോ. ഏട്ടത്തി പറഞ്ഞ സത്യമാണോ? ഏട്ടത്തി മുഖേനയാണോ ഈ പെണ്ണിനെ കൊണ്ടുവന്നത്? ഞാനൊന്നുമല്ല, സുഭാഷേട്ടൻ തന്നെയാണ് കണ്ടെത്തിയത്. സുഭാഷേട്ടനോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
സുഭാഷേട്ടൻ തന്നെ പെണ്ണിനെ കണ്ടെത്തിയെന്നോ? ആ, ഇന്ന് എന്നെ കാണാനായിട്ട് ഓഫീസിൽ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, പെണ്ണ് വീട്ടുകാർ വരുന്നുണ്ട്, അതുകൊണ്ട് നിധി ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിക്കുക ചെയ്തത്. ആദ്യം എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അവർ വരുമ്പോഴത്തേക്കും എല്ലാം അടിപൊളിയായി കൃത്യമായിട്ടിരിക്കണം. അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ സുധീഷെ, റൂം സ്പ്രേ വേണം, ഒരു പാക്കറ്റ് ചന്ദനത്തിരി വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്ന് സുധീഷിനോട് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം, ഇത് വലിയൊരു ലിസ്റ്റ് തന്നെയാണല്ലോ. എടാ ഹരീഷേ, നിനക്ക് പോകില്ലേടാ? എടാ നീ പോടാ ഇതൊക്കെ മേടിക്കാനായിട്ട് എന്ന് പറയാം. അപ്പോൾ ഹരീഷിന് ദേഷ്യം വരികയാണ്. എടാ നീ പോകുന്നതായിരിക്കും ഇവിടെ നല്ലത്. അപ്പോൾ നിധി ചോദിക്കണം, എന്താ സുധീഷേ, സുധീഷിന് പോയാലെന്താ കുഴപ്പം? വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ പൊയ്ക്കോളാം. പണ്ട് മുതലേ സുധീഷേട്ടന് പൈസ മുടക്കുന്നതിൽ കുറച്ച് നീരസമാണ്. എടാ അതുകൊണ്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലടാ, അതുകൊണ്ടാണ് ഞാൻ പോണില്ലെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഈ ഹരീഷ് അങ്ങോട്ട് പോകണം. അപ്പോൾ നികേഷിനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ സുധീഷിനോട് പറയണോ, ചില പോയി പാത്രം കഴുകാനായിട്ട് നോക്ക്. എൻ്റെ നിധി, എന്തോരം പാത്രം അത്, ആ പാത്രം മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് കഴുകണം. എനിക്കൊരു കാര്യം ചെയ്യാം, നാട്ടുകാരെ മുഴുവനും വിളിക്കുക പാത്രം കഴുകാനായിട്ട്. എന്താ മതിയോ? ഓ, എന്നാലും എൻ്റെ നിധി, ഇത്രയും പാത്രമൊന്നും കഴുകാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിച്ചേ മതിയാവുള്ളൂ. അതൊക്കെ ഇനി പിന്നീട് കഴുകാം. അതെ, വീട്ടുകാർ വരാൻ നേരത്തെല്ലാം വൃത്തിയായിട്ടിരിക്കണ്ടേ? അവരെന്താ വരുമ്പോൾ തന്നെ എന്താണ് അടുക്കളയിലോട്ടാണ് കയറി പോകുന്നത്? അത്യാവശ്യം ഇത്രയൊക്കെ വൃത്തി മതിയല്ലോ. എന്നാലും ഒരു വീട് കാണണമെന്ന് പറഞ്ഞാലോ, ചുറ്റും കൊണ്ട് കാണിക്കണ്ടേ? ആ ഒരു വീടല്ലേ, അപ്പോൾ കുറച്ച് വൃത്തികേടായി കിടന്നാലൊന്നും കുഴപ്പമില്ല എൻ്റെ നിധിയേ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ചൂല് പിടിക്കുക, പാത്രത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നിങ്ങനെ ചൂല് പിടിക്കാൻ പറയുന്ന ആ സമയത്ത് പെട്ടെന്ന് സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ കോൾ, അയ്യോ ഗായു ആണേ. ഗായോ? ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പെണ്ണില്ലേ നിധി, അതെൻ്റെ ഈ ഫോണിലേക്ക് വിളിക്കുന്നു നിധി, ഞാനൊന്ന് കോൾ എടുക്കട്ടെ കേട്ടോ. നിധി ഈ ചൂലൊന്ന് പിടിച്ചേ നിധി. ആ ഗായു, എന്താ ഗായു വിളിച്ചത്? അയ്യോ ഞാനിവിടെ വെറുതെ ഇരിക്കുക. ഗായു എന്തെടുക്കുക? ഞാനിവിടെ വെറുതെ ഇരിക്കുകയെന്ന് ആ പെണ്ണ് പറയുകയാണ്. അല്ല ഗായു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗായു എന്നെ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നല്ലോ, അതെന്താ പിന്നെയും വിളിച്ചത് ഗായു എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ എനിക്ക് വിളിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടാ നിധിക്കാണെങ്കിൽ കാലി വരുന്നുണ്ട്. നിധി അവിടെ ഇരുന്ന് ഇങ്ങനെ ചൂലെടുത്ത് ഇങ്ങനെ അടിക്കുകയാണ്. വിളിക്കാം, എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഞാൻ എപ്പോഴും ഗായുവിൻ്റെ കോളും പ്രതീക്ഷിച്ച് നടക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഗായുവിന് എന്നെ എപ്പോൾ വിളിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഗായു ചോദിക്കുകയാണ്, ഭക്ഷണം കഴിച്ചോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, എൻ്റെ കാര്യം ആര് നോക്കാനാ, ഞാൻ കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല. അയ്യോ അതെ, ശരീരം നോക്കണം കേട്ടോ, ശരീരം നോക്കിയാലും നല്ല രീതിയിലല്ലേ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അസുഖം വരും. അയ്യോ ഗായുവിന് എൻ്റെ അടുത്ത് എന്തൊരു ഉത്തരവാദിത്വം. നിധി കേട്ടോ നിധി, ഗായുവിനെ എന്നോട് ഭയങ്കര ഉത്തരവാദിത്വം എന്ന് പറഞ്ഞോട് ഇങ്ങനെ ഫോൺ പൊത്തിപ്പിടിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ നിധിക്ക് അരിശം വരുന്നുണ്ട്. ഗായു ഇനിയും വിളിക്കണേ ഗായു. കാണാൻ വരാനോ? അയ്യോ ഗായു, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ചില ഗസ്റ്റുകളെല്ലാം വരുന്നുണ്ട് ഗായു, അതുകൊണ്ട് ഇന്ന് വേണ്ട, നമുക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം, എന്താ അതുപോരെ? അത് മതിയെന്ന് പറയാണ്. ഗായുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എനിക്കിഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിധിയാണെങ്കിൽ പാറ്റേ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ നിധി അടുക്കളയിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഈ അടുക്കളയിൽ കയറി പോകുന്നതിന് മുമ്പ് തന്നെ നിധി പറയുകയാണ്, അതെ ഗസ്റ്റുകൾ വരുന്നുണ്ട്, ഇവിടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സുധീഷ് പറയണം, അതെ ഗായു, ഞാനേ പിന്നെ വിളിക്കാട്ടെ ഗായു, ഇവിടെ കുറച്ച് തിരക്കുകളുണ്ട് ഗായു, ഉറപ്പായിട്ട് ഞാൻ വിളിക്കാം. എന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായിട്ടും ഗായുവിനെ വിളിക്കാതെ എന്ത് സന്തോഷം. അതെ ഇയാളുടെ സൗണ്ടേ ഫോണിൽ കൂടി കേൾക്കാൻ നല്ല സ്വീറ്റാണ്. ആണോ ഗായു, എൻ്റെ സംസാരം കേൾക്കാനായിട്ട് നല്ല സ്വീറ്റാണോ? ഇത് കേട്ട് നമ്മുടെ നിധിക്ക് കലി വന്നിട്ട് അടുക്കളയിൽ ചെന്ന പാത്രങ്ങൾ മുഴുവൻ തല്ലി പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ സുധീഷാണ്, അയ്യോ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷിന് മനസ്സിലായി നമ്മുടെ നിധിക്ക് കുശുമ്പ് വന്ന് തുടങ്ങിയെന്ന്. പ്ലാനെല്ലാം വർക്കൗട്ടായി തുടങ്ങുന്നതാണടാ. ഏതായാലും സന്തോഷമായി, നിധിക്ക് ശരിക്കും കൊണ്ടു തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് അച്ഛൻ വരിക. അപ്പോൾ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി വെച്ചിരുന്നപ്പോൾ അച്ഛന് ദേഷ്യം വരികയാണ്. അപ്പം അച്ഛൻ പറയണം, അത് ശരി, പെണ്ണിൻ്റെ വീട്ടുകാരുടെ വണ്ടി തിരിഞ്ഞു, അപ്പോഴാണ് എന്നോട് പറയുന്നത്, നിങ്ങൾക്കിതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ, പിന്നെ ഇയാളോട് നേരത്തെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ എന്നെ ചോദിക്കണം. അതേടാ അച്ഛനായി എന്നോട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയണം. ഞാനിപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടത്.
സുധീഷിനെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം, സുധീഷിനെ കാണാൻ പെണ്ണ് കിട്ടാൻ വരുന്ന കാര്യം ഇതെല്ലാം എന്നോട് പറയണ്ടേ? ഓ, അപ്പോഴേക്കും ഹരീഷിന് കലി വരികയാണ്. അല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളാണ് ഇതെല്ലാം മുൻകൈ എടുത്ത് ചെയ്തു തരേണ്ട ആള്. മകന് ഒരു പെണ്ണിനെ അന്വേഷിച്ച് അത് കണ്ടെത്തി കല്യാണം നടത്തി കൊടുക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ, എന്നെ പറയുന്നതിന് മുമ്പ് തന്നെ സുഭാഷിന് 3 യമണ്ടൻ അനിയന്മാരുണ്ടല്ലോ. അനിയന്മാർ ഓരോരോ പെണ്ണിനെയും കണ്ടെത്തിയല്ലോ. പിന്നെ എന്തുകൊണ്ട് ഏട്ടൻ്റെ ഒരെണ്ണം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല? അതെ, കൂടുതൽ വഷളത്തരം കാണിക്കല്ലേ. അപ്പം നമ്മുടെ നിധിയാണെങ്കിൽ പ്രശ്നം ആക്കണ്ട. ഇനി അച്ഛനൊരു കാര്യം ചെയ്തേ, അച്ഛൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ആഹാ, അത് ശരി, എന്നെയാണോ ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് തല്ല് പിടിക്കല്ലേ? ഓ ശരി, ഇപ്പം എന്താ വേണ്ടത്? അച്ഛൻ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടുകാർ വരിക. പെണ്ണിൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേ അവർ വന്നിട്ടോ അങ്ങനെ എല്ലാവരും കൂടി വരികയാണ്. പെണ്ണും ഉണ്ട്, കൂടുതൽ അച്ഛനും അമ്മയും ഒരു അമ്മായിയും ഉണ്ട് കൂടെ. അപ്പോൾ ഇവരെല്ലാവരും ക്ഷണിച്ച് അവിടെ ഇരുത്തുക. അപ്പോൾ പെണ്ണാണെങ്കിൽ ചുറ്റുപാടൊന്ന് വീടൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, എന്താ, വീട് സ്വന്തം തന്നെയാണ് കേട്ടോ, പിന്നെ പേടിക്കണ്ട, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ല. പിന്നെ നമുക്ക് ചുറ്റുമുള്ള പറമ്പുകളില്ലേ, അതെല്ലാം നമ്മുടെ പറമ്പുകൾ തന്നെയാണ്, നമ്മുടെ സ്വന്തം തന്നെയാണ്. അപ്പോൾ പെണ്ണിനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ്. ഏതായാലും ഇങ്ങനൊരു ആലോചന വന്നത് ഏതായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെണ്ണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്താ വീട് സ്ഥലമൊക്കെ ഒന്ന് കാണണോ? ആ കാണണം എന്ന് പറയുക. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ വലിയ മൂഡ് ഓഫിലാണ്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി സുഭാഷ് വല്ലാത്ത മൂഡ് ഓഫിലാണ്. അപ്പോൾ ഇവർ പെണ്ണിനെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. പക്ഷെ അവർക്കറിയില്ല ഇത് ഇപ്പോഴും പെണ്ണാണെന്ന് അറിയില്ല. അങ്ങനെ ആ പെണ്ണ് അവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടു, പേടിക്കണ്ട, സുഭാഷേടൻ്റെ കല്യാണം കഴിയുന്നവിടെ തന്നെ നമുക്ക് പുതിയ ഫർണിച്ചറൊക്കെ മേടിച്ചിടാം, അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാം. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അപ്പോൾ ഈ അനിയന്മാരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സുഭാഷാണല്ലേ, ഉത്തരവാദിത്തം കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹരീഷ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അനിയന്മാരെന്ന നിയന്ത്രണം സുഭാഷേട്ടനുണ്ട്. പിന്നെ കല്യാണം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മാറിമറിയുമെന്ന് തന്നെയാണ് ഞങ്ങളൊരു വിശ്വാസം എന്നൊക്കെ ഇവർ പറയുകയാണ്. അപ്പോഴേക്ക് അച്ഛനാണെങ്കിൽ അല്ല, നിങ്ങളാരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി താ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് അപ്പോൾ ബ്രോക്കറാണെങ്കിൽ ഇത് പെണ്ണിൻ്റെ അച്ഛൻ, ഇത് പെണ്ണിൻ്റെ അമ്മ, അത് പെണ്ണിൻ്റെ അമ്മായി. അല്ല അപ്പോൾ സുധീഷ്, അല്ല ഇതാരാ? ഇത് പെണ്ണിൻ്റെ ചേച്ചിയായിരിക്കും, അല്ലെങ്കിൽ ചേട്ടത്തിയായിരിക്കും അല്ലേ? അപ്പോൾ പെണ്ണാണെങ്കിൽ അയ്യോ അല്ല, ഞാൻ തന്നെയാണ് പെണ്ണ്. അപ്പോൾ ഇത് കേട്ടാൽ എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ്രോക്കറാണെങ്കിൽ സുഭാഷിനോട്, സുഭാഷേ, അപ്പോൾ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു സുഭാഷേ, അതെന്താ പറയാതിരുന്നത്? ഞാൻ പറഞ്ഞോളെ ചേട്ടാ എന്ന് പറയാം. അപ്പോൾ പെണ്ണാണെങ്കിൽ ഞാൻ തന്നെ പറയാം, കാരണം ഞാനാണ് പെണ്ണ്, ഞാൻ ഡിവോഴ്സ് ആകാൻ പോകുന്ന ആൾ, ഡിവോഴ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുക. ആദ്യം ഒരു കല്യാണം കഴിച്ചായിരുന്നു, ആ കല്യാണം ഒത്തു പോവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കല്യാണത്തിന് വേണ്ടി ഇപ്പോൾ നേരിട്ട് വന്നത് ഈ വീട്ടിലേക്ക് തന്നെ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോണേ, ഡിവോഴ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തുന്നോ? എന്താ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, എൻ്റെ ആദ്യത്തെ കല്യാണം എല്ലാവരും കൂടി ഉറപ്പിച്ചെടുത്ത് തീരുമാനമായിരുന്നു. എന്നിട്ട് അത് കല്യാണം കഴിച്ചു. പക്ഷേ അതൊന്നും കൂടെ സെറ്റായി പോയില്ല, ഞങ്ങൾ തമ്മിൽ പിരിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അതുകൊണ്ടാണ് ഞാൻ തന്നെ വീട് കാണാനും എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ വന്നത്. ഒത്തുപോയാൽ ഞങ്ങളുടെ കല്യാണം നടക്കും എന്നിങ്ങനെ പറയാം, ഡിവോഴ്സ് ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ അന്തിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.